ഫ്രണ്ട്സ്, നിങ്ങളുടെ ജനനം ഒരു ദരിദ്രനായിട്ടാണെങ്കിൽ അതിനൊരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താനാവുകയില്ല. എന്നാൽ വർഷങ്ങളോളം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷവും നിങ്ങളുടെ മരണം ഒരു ദരിദ്രനായിട്ടാണ് എങ്കിൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കും. ഇംഗ്ലീഷിലെ ഒരു പ്രശസ്തമായ ഒരു പ്രോവർബ് ഉണ്ട്. അതായത് ടേക്ക് കെയർ ഓഫ് യുവർ പെന്നീസ്, യുവർ ഡോളർ വിൽ ടേക്ക് കെയർ ഓഫ് ദംസെൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെലവുകളിലെ നിയന്ത്രണം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലെ വളരെ വിവേകപരമായ ഇടപെടൽ എന്നിവ നിങ്ങളെ വലിയ ലക്ഷ്യത്തിലെത്തിക്കും എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പണിക്കേഴ്സ് വ്ളോഗ്, നത്തിങ് ബട്ട് ലൈഫ്. ഇന്ന് ഞാൻ ഇവിടെ ഈ വ്ളോഗിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സേവിങ്സിനെ കുറിച്ചാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം ലിമിറ്റഡാണ്. ആ കിട്ടുന്ന വരുമാനത്തെ നമുക്ക് എങ്ങനെ വിവേകപരമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഈ വ്ളോഗിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു 4 നമ്പേഴ്സ് കാണിക്കുകയാണ്. 30, 30, 10, 30. ഇത് ആക്ച്വലി ഒരു സ്മാർട്ട് സേവിങ് ഫോർമുലയാണ്. ഇതിൽ ആദ്യത്തെ 30 എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസ് ഹോൾഡിനുള്ള ചിലവുകളാണ്. ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഗ്രോസറീസ്, നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ നമ്മുടെ ഹൗസ് റെൻറ്റ്, നമ്മളുടെ ട്യൂഷൻ ഫീസ്, നമ്മൾ വാഹനത്തിനടിക്കുന്ന ഫ്യൂവൽ, നമ്മൾ വാങ്ങുന്ന മെഡിസിൻസ്, ഇതെല്ലാം ഈ ഹൗസ് ഹോൾഡ് അതിൻ്റെ ഭാഗമായിട്ട് വരും. അടുത്ത 30% എന്ന് പറയുന്നത് EMI, അതായത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഹോം ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആവാം, വെഹിക്കിൾസ് 4 വീലേഴ്സോ അല്ലെങ്കിൽ 2 വീലേഴ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഫർണിച്ചേഴ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആവാം. ഇതെല്ലാം കൂടി ഏകദേശം ഒരു 30% വരാറുണ്ട്. അടുത്ത 10% എന്ന് പറയുന്നത് ടു സം നമ്മുടെ ലക്ഷറിയിലേക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെറിയ ഡൈനിങ് ഔട്ട്, നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മൂവീസ് കാണാൻ പോകുന്നു, എന്തെങ്കിലും ചെറിയ ഗാഡ്ജറ്റ്സ് നമ്മുടെ ആവശ്യത്തിനായി മേടിക്കുന്നു. ഇതെല്ലാം ലക്ഷറിയുടെ ഭാഗമായി വരുന്നു. അവസാനത്തെ 30% എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ളതാണ്. ഈ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷമുള്ള പെൻഷൻ, നമ്മുടെ സേവിങ്സ്, നമ്മുടെ പ്രൊട്ടക്ഷൻ, ഈ 3 ഈ ഫ്യൂച്ചറിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. ഇതിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 30% ഫ്യൂച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ 30%-ത്തെക്കുറിച്ച് മാത്രമാണ്. 30% ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണുള്ളത്. 25% അതിൻ്റെ കമ്പൽസറി സേവിങ് ആയിട്ട് വരും. 5% അതിൻ്റെ ഫാമിലി പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി വെക്കേണ്ടത്. നമുക്കിനി ആ കമ്പൽസറി സേവിങ് ആയിട്ടുള്ള 25%-ത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. ഈ 25% കമ്പൽസറി സേവിങ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സേവിങ്സും ലോങ് ടേം സേവിങ്സും ചേർന്ന ഒരു വസ്തുതയാണ്. ഒരു 40 വയസ്സുള്ളൊരു വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഈ 25% കമ്പൽസറി സേവിങ്സ് എന്ന് പറയുന്നതിൽ 10% അവരുടെ ഷോർട്ട് ടേം സേവിങ്സിലേക്ക് മാറ്റിവെക്കേണ്ടത്. ബാക്കിയുള്ള 15% ലോങ് ടേം സേവിങ്സിലേക്ക് മാറ്റിവെക്കേണ്ടതായി വരും. നമ്മൾക്ക് ആദ്യം ഈ 10% ഷോർട്ട് ടേം സേവിങ്സിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. ഫ്രണ്ട്സ്, പ്രധാനമായും 3 ഷോർട്ട് ടേം സേവിങ്സ് ആണ് ഇന്ത്യയിൽ വളരെ പോപ്പുലറായിട്ടുള്ളത്. അതിലേറ്റവും ആദ്യത്തേതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന FD. വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് പദ്ധതിയാണിത്. നിങ്ങളുടെ കയ്യിൽ ഒരു ലംസം എമൗണ്ട് ആണ് ഉള്ളതെങ്കിൽ, ഒരു 50,000 അല്ലെങ്കിൽ ഒരു 75,000 രൂപ ഒരു ലംസം എമൗണ്ട് ആണ്, അതിന് നിങ്ങൾ ഒരു നിക്ഷേപിക്കാനുള്ള പദ്ധതിയാണ് നോക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ പദ്ധതിയാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ്. എല്ലാ ബാങ്കുകളും, അത് പ്രൈവറ്റ് ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ, എല്ലാ ബാങ്കുകളും ഇന്ന് ഈ FD സൗകര്യം അവരുടെ നിക്ഷേപകർക്കായിട്ട് നൽകാറുണ്ട്. 7 ദിവസം മുതൽ 10 വർഷം വരെ
ഈ FDയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. നമ്മൾ നിക്ഷേപിക്കുന്ന പീരീഡിനനുസരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റിൽ ചില വ്യത്യാസം വരും. ജനറലായി പറയുകയാണെങ്കിൽ 4% മുതൽ 8% വരെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ള മൊത്തം തുകയുടെ മുകളിലായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇതിൽ നടക്കുക. ഇനി അടുത്ത നിക്ഷേപ പദ്ധതിയാണ്, ഷോർട്ട് ടേം നിക്ഷേപ പദ്ധതിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഒരു ലംസം എമൗണ്ട് ആണ് എങ്കിൽ FD എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു മാസ വരുമാനത്തിൽ നിന്നും ഒരു സർട്ടൺ എമൗണ്ട് മാറ്റി വെക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ അതിനുള്ള ഏറ്റവും ഉത്തമമായ പദ്ധതിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതിൻ്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മാസം മുതലാണ്. 6 മാസം മുതൽ പിന്നീട് 3 മാസത്തിൻ്റെ ഓരോ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്കിതിൻ്റെ പീരീഡ് സെലക്ട് ചെയ്യാം. FDയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലെ കാൽക്കുലേഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് FD എന്ന് പറയുന്നതിൻ്റെ മൊത്തം തുകയുടെ മുകളിലും ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ആദ്യത്തെ മാസത്തിൻ്റെ മുകളിൽ 12 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങൾ 11 മാസം 10 മാസം എന്നിങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ നടക്കുക. FDയെ പോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഏകദേശം 4% മുതൽ 8% വരെയാണ്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 1 മാസത്തെ ലോക്ക്-ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം 1 മാസത്തിനുള്ളിൽ ഈ ഡെപ്പോസിറ്റ് ചെയ്ത തുക തിരിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുകയില്ല, മറിച്ച് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ നിക്ഷേപകന് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ വളരെ പോപ്പുലറായിട്ടുള്ള ഷോർട്ട് ടേം ഡെപ്പോസിറ്റാണ് POTD എന്ന് പറയും, അതായത് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്. ഇന്ത്യയുടെ റൂറൽ ഏരിയാസിലും അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സിലും എല്ലാം വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡെപ്പോസിറ്റ് പദ്ധതിയാണിത്. ഈ ഡെപ്പോസിറ്റ് ഏറ്റവും സേഫസ്റ്റായ ഒരു ഡെപ്പോസിറ്റാണ്. കാരണം ഇതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും അതിൽ നിന്ന് അക്രൂ ആവുന്ന എല്ലാ ഡെപ്പോസിറ്റ്സും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ബോണ്ട് വഴി ബാക്ക് ചെയ്തിരിക്കുന്നു. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ POTDയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ POTD ഡെപ്പോസിറ്റ്സിൻ്റെ ടേംസ് എന്ന് പറയുന്നത് 1 ഇയർ, 2 ഇയേഴ്സ്, 3 ഇയേഴ്സ് ആൻഡ് 5 ഇയേഴ്സ് ആണ്. POTDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് 7% മുതൽ 8% വരെയാണ്. ഇതിലെ 5 ഇയറിൻ്റെ ടൈം ഡെപ്പോസിറ്റ് ഇൻകം ടാക്സിൻ്റെ 80C വകുപ്പ് പ്രകാരം ഇൻകം ടാക്സിൻ്റെ എല്ലാ ബെനിഫിറ്റിനും അർഹമായിട്ടുള്ള ഒരു ഡെപ്പോസിറ്റാണിത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതിനെ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ FD എന്ന് പറയുന്നത് ഒരു ലംസം എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഡെപ്പോസിറ്റ് പദ്ധതിയാണ്. അതേപോലെ തന്നെ ഒരു ലംസം എമൗണ്ട് ഇല്ല, മറിച്ച് മാസം മാസം ഒരു ഡിഫൈൻഡ് എമൗണ്ട് മാറ്റി വെക്കുന്ന രീതിയിലുള്ളൊരു സേവിങ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമം റിക്കറിംഗ് ഡെപ്പോസിറ്റാണ്. ഈ ഡെപ്പോസിറ്റുകളിൽ പൈസ നിക്ഷേപിക്കുന്നത് കൊണ്ട് 4 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഈ നിക്ഷേപകന് ലഭിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ കൂടുതൽ ഏൺ ചെയ്യുന്നു, നിങ്ങൾ പൈസ കൂടുതൽ സമ്പാദിക്കുന്നു. 2, നിങ്ങളിലൊരു സമ്പാദ്യശീലം നിങ്ങൾ വളർത്തിയെടുക്കുന്നു. 3, നിങ്ങളുടെ ഇക്കൊല്ലം നിങ്ങൾ ആരംഭിച്ച റിക്കറിംഗ് ഡെപ്പോസിറ്റ് നാളെ നിങ്ങൾക്ക് വലിയൊരു തുകയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി ഓട്ടോമാറ്റിക്കായി മാറുന്നു. കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ FDയിലും അല്ലെങ്കിൽ RDയിലും കിടക്കുന്ന പൈസ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും ബാങ്കിനായിരിക്കും. എന്നാൽ സേവിങ്സ് ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എല്ലായ്പ്പോഴും ബാങ്ക് എടുക്കണം എന്നില്ല. അടുത്തതായി നമുക്ക് കമ്പൽസറി സേവിങ്ങിലെ ലോങ് ടേം ഡെപ്പോസിറ്റ്സിനെ പരിചയപ്പെടാം. ഇന്ത്യയിൽ പ്രധാനമായും സാധാരണ ജനങ്ങൾക്കുള്ള 3 ലോങ് ടേം ഡെപ്പോസിറ്റ്സ്. അതിലേറ്റവും പ്രധാനമാണ് വോളണ്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത് സാലറീഡ് ക്ലാസ്സിന് മാത്രമുള്ള ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇതിൽ പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല. നമ്മൾക്ക് കിട്ടുന്ന സാലറി പൂർണ്ണമായും, അതായത് അതിൻ്റെ ബേസിക്കും DAയും പൂർണ്ണമായും വേണമെങ്കിൽ നമുക്ക് വോളണ്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴുള്ള ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 8.65% പെർ ആനമാണ്. അടുത്ത ലോങ് ടേം ഡെപ്പോസിറ്റാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത് സാലറീഡും നോൺ സാലറീഡ് ക്ലാസ് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. എല്ലാ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ഈ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സൗകര്യം അവരുടെ നിക്ഷേപകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്.
ഇതിൽ ഒരു കൊല്ലത്തിൽ ഇടേണ്ട ഏറ്റവും മിനിമം തുക 500 രൂപയും മാക്സിമം 1.5 ലക്ഷം രൂപയുമാണ്. നിങ്ങൾക്കിതിൽ ഒരു കൊല്ലത്തിൽ മാക്സിമം 12 തവണ ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് നൽകുന്നത് 7.1%. ഇതിലൊരു 15 കൊല്ലത്തെ ലോക്കിംഗ് പീരീഡാണ് ഇതിലുള്ളത് പ്രധാനമായിട്ടും. എന്നിരുന്നാലും ഒരു 7 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടച്ച തുകയുടെ പകുതിയോളം നമുക്ക് ലോണായി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിക്ഷേപിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ആ ഡേറ്റ്സിലുള്ള നിക്ഷേപമാണ് ആ മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് വേണ്ടി സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ 5-ാം തീയതിക്ക് ശേഷം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആ മാസം എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ PPF ഇടുന്ന എമൗണ്ട് 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. മൂന്നാമത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ലോങ് ടേം സേവിംഗ് ആണ് പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇതിലേറ്റവും പോപ്പുലറായിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന നാഷണൽ പെൻഷൻ സ്കീം ആണ്. നമ്മളുടെ സമ്പാദ്യം ജോലിയുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് കഴിയുമ്പോൾ നമ്മളുടെ സമ്പാദ്യം നിലയ്ക്കുകയും അതിന് ശേഷം ഒരു വരുമാന മാർഗം നമ്മളിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ നാഷണൽ പെൻഷൻ സ്കീമിൽ മെമ്പേഴ്സ് ആവാം. ഒരു എമൗണ്ട് നമ്മളിപ്പോൾ മാസം മാസം നമ്മൾ അടയ്ക്കുകയും റിട്ടയർമെൻറ്റ് സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം കൂടെ ചേർത്തി നിക്ഷേപകന് പെൻഷനായിട്ട് തിരിച്ചു നൽകുക എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണിത്. ഏകദേശം 12% മുതൽ 14% വരെയാണ് ഇതിൻ്റെ ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PGRDA എന്ന് പറയും. അതാണ് ഈ പെൻഷൻ ഫണ്ട് സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫുമാണ്. നിങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന ഈ പൈസ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ഗവൺമെൻറ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയതുകൊണ്ട് തന്നെ NPSൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ലോങ് ടേം ഡെപ്പോസിറ്റിനുള്ളൊരു ഓപ്ഷനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഈ ഒരു സ്കീം ഗേൾ ചൈൽഡിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സ്കീമാണത്. ഇതിനോടകം തന്നെ വളരെ പോപ്പുലറായ ഈ സ്കീമിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് പെൺകുട്ടികൾക്കായി മാത്രമുള്ളൊരു സ്കീമാണ്. 10 വയസ്സ് കഴിയുന്നതിന് മുമ്പ് ഇതിൽ ഈ സ്കീമിൽ എൻറോൾ ചെയ്തിരിക്കണം. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 7.6% പെർ ആനമാണ്. ഇതിലെ ഡെപ്പോസിറ്റും അതിൻ്റെ ഇൻട്രസ്റ്റും ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 80C പ്രകാരം ഇൻകം ടാക്സ് ബെനിഫിറ്റിന് എലിജിബിളാണ്. 2 ഗേൾ ചൈൽഡ് പെർ ഫാമിലി ആണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതോടൊപ്പം തന്നെ ഇതിൽ പാർഷ്യൽ വിഡ്രോവൽ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 25% കമ്പൽസറി സേവിങ്സിൽ ഒരു വ്യക്തിക്ക് 40 വയസ്സാണെങ്കിൽ 10% ഷോർട്ട് ടേം സേവിങ്സിലും 15% ലോങ് ടേം സേവിങ്സിലുമാണ് അതിൻ്റെ വളരെ കൃത്യമായൊരു നിക്ഷേപം നടത്തേണ്ടത്. എന്നിരുന്നാലും ഏജ് അനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും വരും. ഏജ് കൂടുന്നതിനനുസരിച്ച് ഷോർട്ട് ടേം സേവിങ്സിൽ കൂടുതൽ പെർസെൻറ്റേജ് ഇൻവോൾവ് ചെയ്യിക്കണം. അതേപോലെ തന്നെ അത് ലോങ് ടേം സേവിങ്സിൽ ഓട്ടോമാറ്റിക്കലി അത് കുറയുകയും ചെയ്യും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ 30% ഫ്യൂച്ചറിലെ 5%, അതായത് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള 5%-ത്തെക്കുറിച്ചാണ്. ഫ്രണ്ട്സ്, ഫാമിലി പ്രൊട്ടക്ഷന് വേണ്ടി ഇന്ന് പല സ്കീംസും അവൈലബിൾ ആണ്. വളരെ പ്രധാനപ്പെട്ടുള്ള 4 സ്കീംസിനെ കുറിച്ച് ഞാനിവിടെ സംസാരിക്കാം. ഒന്ന് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനാണ്, ULIP എന്ന് പറയും. ഇത് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് അടങ്ങുന്ന ഒരു സ്കീമാണ്. അടുത്തത് എൻഡോവ്മെൻറ്റ് പ്ലാൻ. ഇത് ഇൻഷുറൻസ് പ്ലസ് സേവിങ്സ് സ്കീമാണ്. മൂന്നാമത്തെ പ്ലാനാണ് മണി ബാക്ക് പ്ലാൻ. ഇത് ഇൻഷുറൻസ് പ്ലസ് പീരിയോഡിക് റിട്ടേൺസ് തരുന്നു. അടുത്തതാണ് ടേം ഇൻഷുറൻസ് പ്ലാൻ. ഇതിൽ ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ പ്യുവർ റിസ്ക് കവർ മാത്രമാണ് ഇതിലുള്ളത്. ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാവരുടെ ഇടയിലുമുള്ള ഒരു ചെറിയ സംശയം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പ്ലാനാണ് നമ്മുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം.
ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ നോമിനീസിൻ്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് പൂർണ്ണമായും നടത്താൻ ആ പ്ലാനിന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നോമിനിയുടെ എല്ലാ ഫൈനാൻഷ്യൽ നീഡ്സും ഫുൾഫിൽ ആവുന്നുണ്ടോ എന്നുള്ളതുമാണ്. എന്തായാലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 4 പ്ലാൻസിൽ ഏത് പ്ലാനാണ് നമ്മളുടെ നോമിനിയുടെ ഫൈനാൻഷ്യൽ നീഡ്സ് പൂർണ്ണമായും നടത്തിക്കൊടുക്കാൻ കഴിയുക എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഫ്രണ്ട്സ്, പ്രതിമാസം ഏകദേശം 35,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയുടെ ഉദാഹരണമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ വ്യക്തി 35,000 രൂപ ശമ്പളം വാങ്ങുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ 35,000 രൂപ മാസം വരും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ 5% ഈ പ്രൊട്ടക്ഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 1,750 രൂപയാണ്. ഈ 1,750 രൂപ കൊടുത്ത് പുള്ളിക്ക് യുണൈറ്റഡ് യുലിപ്പിലോ അല്ലെങ്കിൽ എൻഡോമെൻറ്റ് പ്ലാനിലോ അല്ലെങ്കിൽ മണി ബാക്കിലോ മേടിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 12 ലക്ഷം രൂപയുടെ ആയിരിക്കും. പക്ഷേ ഈ സ്കീംസിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഈക്വൽ എമൗണ്ട്, അതായത് 12 ലക്ഷം രൂപ തന്നെ ബോണസും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 24 ലക്ഷം രൂപ ടോട്ടലായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം നോമിനിക്ക് കിട്ടുന്നു. ഈ 24 ലക്ഷം രൂപ ബാങ്കിലിടുമ്പോൾ ഇന്നത്തെ സേവിങ്സ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ FDയുടെ ഒരു ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരം പുള്ളിക്ക് കിട്ടാവുന്നത് 7.5% ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ കൂടി മാസം 15,000 രൂപയായിരിക്കും. അതായത് 35,000 രൂപ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിങ്ങളുടെ നോമിനിക്ക് കൊടുക്കുന്നത് 15,000 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി. ഇനി നമുക്ക് ടേം ഇൻഷുറൻസിനെ പറ്റി പഠിക്കാം. വരുമാനം അതുതന്നെയാണ് 35,000 രൂപ. പ്രൊട്ടക്ഷനിലേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചതും 5% 1,750 രൂപ തന്നെ. 1,750 രൂപ പ്രൊട്ടക്ഷൻ പ്രൊവിഷൻ പെർ മന്തിലുള്ള 40 വയസ്സുള്ളൊരു വ്യക്തിക്ക് ടേം ഇൻഷുറൻസിൽ കിട്ടാവുന്ന എലിജിബിലിറ്റി 60 ലക്ഷം രൂപ വരെയാണ്. എന്നാൽ ഇവിടെ ബോണസ് എന്ന് പറയുന്നൊരു സംഭവമില്ല. അതുകൊണ്ട് നോമിനിക്ക് കിട്ടുന്ന ഇൻഷുർഡിൻ്റെ മരണശേഷം നോമിനിക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് 60 ലക്ഷം രൂപയായിരിക്കും. ഈ 60 ലക്ഷം രൂപ നിങ്ങൾ ഒരു നോർമലായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കിട്ടുന്ന മാസ വരുമാനം ഏകദേശം 37,500 രൂപയോളമാണ്. 35,000 രൂപ നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് 37,500 രൂപയാണ് നിങ്ങളുടെ ഫാമിലിയുടെ മാസ വരുമാനം. ഇതിൽ നിന്ന് നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളുടെ നോമിനിക്ക് കൊടുക്കുന്നു. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും സംശയമുണ്ടാവാം, ഇതെങ്ങനെ ഇത്രയും വലിയ ബെനിഫിറ്റ് ടേം ഇൻഷുറൻസിൽ നിന്നും എങ്ങനെ ലഭിക്കാം എന്ന്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്യുവർ റിസ്ക് കവറാണ്. ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു റിട്ടേണോ ഒരു ബോണസോ ഇല്ല. ഇൻഷുർ ചെയ്യുന്ന ആൾക്ക് ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റും പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ടേം ഇൻഷുറൻസിലുള്ളത്. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസിൻ്റെ കവർ ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസിനേക്കാളും വളരെ വളരെ കൂടുതലായിരിക്കും. ഒരു ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കേഴ്സോ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. കാരണം ടേം ഇൻഷുറൻസാണ് അവർക്ക് ഏറ്റവും കുറച്ച് മാർജിൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ടേം ഇൻഷുറൻസ് എപ്പോഴും വളരെ അവസാനമായിട്ട് മാത്രമേ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഈ ക്യാഷ് ബാക്കും റീഫണ്ടും റിട്ടേൺസും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം കാണിച്ച് ജനങ്ങളെ കൂടുതൽ ബാക്കിയുള്ള പോളിസിയിലേക്ക് ആകർഷിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബാക്കിയുള്ള 95% ഡെപ്പോസിറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺസ് എല്ലാം പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു 5% നിങ്ങൾ ഒരിക്കലും റിട്ടേൺസ് പ്രതീക്ഷിക്കരുത്. ഇത് നോമിനിക്ക് മാത്രമുള്ള ഒരു ബെനിഫിറ്റായി എപ്പോഴും കണക്കാക്കണം. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ഇൻഷുറൻസ് പ്ലാനായി ഞാൻ കാണുന്നത് ടേം ഇൻഷുറൻസ് ആണ്. ഈ എല്ലാവിധ സേവിങ്സ് പ്ലാനും വളരെ ഫലപ്രദമായി ഞാൻ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, subscribe and share if it is worth watching. Thanks for your time.